വീഴ്ചകൾ ആർക്കും പറ്റാം. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ദൈവത്തിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും അനുസരിച്ച് നമ്മൾ മുന്നോട്ട് നടക്കുന്നതേ ഉള്ളൂ, അല്ലേ അമ്മേ? കാര്യങ്ങളെല്ലാം ശ്യാമ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. ഒരുപക്ഷെ താമസിയാതെ ഈ വീട് ജപ്തി ചെയ്യും. അതിനെക്കുറിച്ചാ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അച്ഛൻ ബിസിനസ് നോക്കി നടത്തിയിരുന്നപ്പോൾ എല്ലാം ഭദ്രമായിരുന്നു മാഡം. പകരം ചുമതല ഞാൻ ഏറ്റെടുത്തപ്പോൾ എല്ലാം കൈവിട്ടു പോയി. എല്ലാം കൈവിട്ടു പോയിന്ന് ആരാ പറഞ്ഞേ? ഞാൻ വന്നത് ഒരു കാര്യം പറയാനാ. എന്റെ സമ്പാദ്യങ്ങളൊക്കെ രാധികയ്ക്കും വരണുള്ളതാ. ആ സമ്പത്ത് കണിമംഗലത്തെ ഇന്നത്തെ പ്രശ്നങ്ങൾ മറികടക്കാനുള്ളത് ഉണ്ടാകുമെന്നാ ഞാൻ കരുതുന്നത്. ഞാനത് വരുണിന്റെ രാധികയുടെയും പേരിൽ എഴുതി തന്ന നിങ്ങൾക്ക് എന്താന്ന് വെച്ചാ ചെയ്യാലോ. ഏയ് അതൊന്നും വേണ്ട ശ്യാമേ. വേണ്ട. അത് പിന്നെ ഞാൻ ഈ പണമൊക്കെ കയ്യിൽ കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ഉറുമ്പ് അരിമണി കൂട്ടിവെക്കുന്ന പോലെ ഓരോ രൂപ കൂട്ടിവെക്കുമ്പോഴും ഞാൻ മനസ്സിൽ എഴുതി വെക്കാറുണ്ടായിരുന്നു, അതെന്റെ മോളുടെ സന്തോഷത്തിനും അവളുടെ ഭാവി ജീവിതത്തിനും വേണ്ടി ഉള്ളതാണെന്ന്. ഇപ്പോ ആ പണത്തിനൊരാവശ്യം വന്നു, അതെനിക്ക് ചെയ്യാനും സാധിക്കുന്നു. മാഡം, എന്നാലും വരുൺ എന്നെ ഒരു അന്യായിട്ടാണോ കാണുന്നത്? ഞാനും ഈ കുടുംബത്തിൽ അംഗമാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും ഒരുപോലെ സഹകരിക്കണമല്ലോ. എന്റെ മോൾ എവിടെയാ? ഇവിടത്തെ മോളാ. അവൾക്ക് വേണ്ടി കരുതി വെച്ച പണം, അത് ഈ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അവളുടെയും എന്റെയും ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്.